ഇനി നമ്മൾ ഈ ഇന്നത്തെ ഗ്രൂപ്പിലെ ഉണ്ടായ സംഭവങ്ങൾ ഭക്തിപൂർവം പരിശുദ്ധാത്മാവ് നമ്മളോരോരുത്തരോടും സംസാരിച്ചതാണ്. അതോടൊപ്പം ആ സന്ദേശങ്ങൾ എങ്ങനെ ഉണ്ടായി അതിനെക്കുറിച്ച് അത് പറയുന്ന ആളൊരല്പം കൂടി ചുമ്മാ വായിച്ചു പോകാതെ ആദ്യം ഇങ്ങനെ ഒരു ദർശനം ഉണ്ടായി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോധ്യം കിട്ടി. അതായത് ഈ വരദാനങ്ങളുടെ പ്രവർത്തന ശൈലി ഓരോരുത്തരിലും എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി പറയണം. അപ്പോൾ ആദ്യം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദർശനം പോലെ കണ്ടു. ദർശനമാണെന്നൊന്നും മനസ്സിലായില്ല, അല്ലെങ്കിൽ ഒരു വാക്കിങ്ങനെ കേൾക്കാൻ തുടങ്ങി. കർത്താവ് തന്നെയാണോ പറയണേന്ന് മനസ്സിലായില്ല. അപ്പോൾ അടുത്തിരുന്ന ആള് അതേ കാര്യം തന്നെ വചനത്തിലൂടെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടി. അപ്പോൾ ധൈര്യമായിട്ട് ഇങ്ങനെയൊക്കെ അതെങ്ങനെയാണ് ഈ വരങ്ങൾ നമ്മളിൽ പ്രവർത്തനമാകുന്നതിൻ്റെ ആ പ്രാരംഭ കാര്യം കൂടി ഒന്ന് ചേർത്ത് പറയണം. അപ്പോഴാണ് ഇത് വരദാനങ്ങളിൽ ആദ്യമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ബോധ്യം ഉണ്ടാകുന്നത്. അതെനിക്കും കിട്ടിയല്ലോ, ഞാൻ വിചാരിച്ച് എൻ്റെ മനസ്സിൽ തോന്നലായിരിക്കും ഇങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്തി നിങ്ങൾ പറയണം. എന്നാൽ ഒരുപാട് നീട്ടി പറയരുത്. നമ്മൾ സമയം മനസ്സിലാക്കിക്കൊണ്ട് ബുദ്ധിപൂർവം പ്രവർത്തിക്കണം. യെസ്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 1. ഒരു മിനിറ്റ്. എൻ്റെ പേര് മനോഹരനാണ്. ഞാൻ തന്നെയാണ്. എൻ്റെ ഗ്രൂപ്പ് നമ്പർ 1 ആണ്. ഞങ്ങൾ 7 പേരാണ് ഈ ഗ്രൂപ്പിലുള്ളത്. ഈ ഗ്രൂപ്പിലുള്ള 7 പേരും എഴുന്നേറ്റില്ല. ബാക്കിയുള്ളവർ ഞങ്ങൾ ഒരുപാട് കുറവുകളും ഒക്കെ ഉള്ള ആളുകളാണ്. പക്ഷെ നിങ്ങൾക്ക് പറയുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഗുരുവായൂർ സമർപ്പിച്ചു. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വേണം. ഈ 7 പേരിന് ഞങ്ങൾ ഗ്രൂപ്പ് ഇറങ്ങി കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥന തുടങ്ങുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഇന്നലെ ഓരോരുത്തർക്കുണ്ടായ അനുഭവങ്ങളാണ് ഷെയർ ചെയ്തത്. ഇന്നലെ ഇവിടെ നിന്ന് ഞങ്ങളുടെ സെയിം ഗ്രൂപ്പായ ഒരു പോയ ആളുകൾക്ക് എങ്ങനെയാണ് തോന്നലുണ്ടായി. ചിലരെല്ലാം പറഞ്ഞു നല്ല ഉറക്കം കിട്ടി, ചിലരൊക്കെ എല്ലാം പറഞ്ഞു നന്നായിട്ട് പേഴ്സണൽ പ്രയർ നടത്താനായിട്ട് പറ്റി. ഇന്നലെ ഇവിടെ വന്നതിന് പോയതിനു ശേഷം ഒരുപാടധികം മാറ്റങ്ങൾ സംഭവിച്ചായിട്ട് വരും. ചില വ്യക്തികളോട് ഇന്ന് വരാൻ പറ്റത്തില്ല, ഇന്ന് വരാൻ പറ്റാതിരിക്കുക സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ദൈവാനുഗ്രഹത്താൽ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇന്ന് വന്നില്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങൾ ഒന്നായിരിക്കും ഇന്നുണ്ടാവാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ ഇന്ന് പ്രധാന ക്ലാസ്സിനകത്താണെങ്കിൽ പറഞ്ഞു വചനത്താലും ജ്ഞാനത്താലും അറിയാനും പിതാവിനാലും പുത്രനാലും ഇതിന്റെ ശക്തിയും വളരെ കൈകൂടി കാണിച്ചു പോകും. എല്ലാവരിലും ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചു, എല്ലാവരും പങ്കുവച്ചു. രണ്ടാമത്തെ കാര്യം ഒരു സിമ്പിൾ തോടിലൂടെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ജയിമാനത്തിന്റെ ഒരു തോട്ടാണ്. ഇന്ന് രാവിലെ
നമ്മുടെ ക്യാബിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഞങ്ങളോടൊരു കാര്യം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സംസാരിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞപ്പോൾ മാഡം പറഞ്ഞു, നമ്മൾ ഈ ഇരിക്കുന്ന പ്ലേറ്റിനകത്ത് ഏത് പ്ലേറ്റ് ആയിരിക്കും എടുക്കുകയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നമ്മൾ എടുക്കുന്നത് ഏറ്റവും നല്ല പ്ലേറ്റ് ആയിരിക്കും എടുക്കുന്നത്. ഇതിനകത്ത് ഒരു പ്ലേറ്റ് കൊണ്ട് നമ്മൾ മാറ്റി ഏറ്റവും ബെസ്റ്റ് പ്ലേറ്റ് എടുക്കാൻ ശ്രമിക്കും. ഒരു കുഞ്ഞു മാലിന്യങ്ങൾ പോലും ഇല്ലാത്ത പ്ലേറ്റ്. ഈശോയും ആഗ്രഹിക്കുന്നത് ഈ ഒരു പ്ലേറ്റ് എടുക്കാനാണ്. ഈ ഇതേപോലെ നമ്മുടെ ഇതേപോലെ അത്രമാത്രം വിശദീകരിക്കപ്പെട്ട വ്യക്തികളായിരിക്കണം. എങ്ങനെയാണ് വിശദീകരിക്കപ്പെടുന്നില്ല? ബ്രദറിന്റെ തോസാറിന്റെ വിശദീകരണ പ്രാർത്ഥനയിലൂടെ ദിവസം പ്രയറിലൂടെ നമ്മൾ ഓരോ ദിവസവും വിശദീകരിക്കുക. അപ്പം നമ്മളെ ഈശോ ഉപയോഗിക്കും. ഈശോ നമുക്ക് ഒരുപാടധികം വരങ്ങളും ദാനങ്ങളും നൽകി നമ്മളെ അനുഗ്രഹിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെ എല്ലാവരും പറയാം, ഞങ്ങൾക്കും എല്ലാവരും തോട്ട് തോന്നും ഇത് നല്ലൊരു തോട്ടായിരുന്നു എന്ന് എല്ലാവരും പങ്കുവച്ചു. ഈ ഒരു തോട്ട് നിങ്ങൾക്കും ചിലപ്പോൾ എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ഒരുപാട് വളർന്ന ആളുകളാണ് ഉപയോഗപ്പെടുന്നത്. പക്ഷെ എനിക്ക് ഒത്തിരി ഒരുപാട് ഇഷ്ടപ്പെട്ട തോട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ പൊതുവായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. ഞങ്ങൾ പറഞ്ഞത് കർത്താവ് പരിശുദ്ധ പരിപൂർണരായിരിക്കുന്ന പോലെ കർത്താവ് ഞങ്ങളുടെ അത്ഭുതങ്ങൾ മാറ്റി ഞങ്ങളെ പരിപൂർണതയിലായിട്ട് എല്ലാവരും ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയത്. പ്രാർത്ഥിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ എല്ലാവരും ഇതിലേക്ക് വളരെ കുഞ്ഞുകുട്ടികളെ പോയിരുന്ന ആളുകളായിരുന്നു. ഇന്ന് ഭയങ്കര കുഞ്ഞുകുട്ടികളുടെ ഊർജ്ജയോടുകൂടി വളരെ ആത്മാർത്ഥമായിട്ട് തമ്പുരാനെ എങ്ങനെ മഹത്വപ്പെടുത്താൻ പറ്റും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് എല്ലാവരും വായിക്കരി ചോദിച്ച് എല്ലാവർക്കും കത്തിപ്പെടുന്ന ഒരു അനുഭവം എല്ലാവർക്കും നമ്മൾ നൽകാനായിട്ട് പറ്റി. എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രാർത്ഥിച്ചു തുടങ്ങി വരുമ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന പാപ്സൻ ചേട്ടനായിരുന്നു. പാപ്സൻ ചേട്ടന് വേണ്ടിയിട്ട് പാപ്സൻ ചേട്ടൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞതിന് കഴിയും. പാപ്സൻ ചേട്ടൻ 3 ആവശ്യങ്ങളാണ് ബേസിക്കായിട്ട് പറഞ്ഞത്. ഒന്നാമത്തെ ആവശ്യം പറഞ്ഞിട്ട് നല്ല ജ്ഞാനത്താലും വചനത്താലും നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞത്. രണ്ടാമത് പാപ്സൻ ചേട്ടൻ്റെ ഭാര്യയോട് വന്നിട്ടുണ്ട്, ഭാര്യയുടെ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം മക്കളുടെ കുടുംബ സമാധാനം. നമുക്ക് എല്ലാവർക്കും സമാധാനമാണ് വേണ്ടത്. കുടുംബ സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ടീമിലെല്ലാവരും തന്നെ പ്രാവശ്യത്തിനായിട്ട് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അപ്പൊ ഞങ്ങളുടെ ടീമിനകത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഉള്ളവരെല്ലാം കുഞ്ഞു എക്സ്പീരിയൻസിലൂടെ നന്നായിട്ട് ചെയ്തിരിക്കും. ഒരു മണി കൂടാതെ സ്തുതിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതിനുശേഷം ഓരോ പാവശ്യത്തിനോടായിട്ട് ചെറിയ മെസ്സേജുകൾ അവർക്ക് പൂർണ്ണ മെസ്സേജുകൾ ഉപകരണമായി ചിലർ എന്നിലേക്ക് നോക്കുക. അപ്പൊ എന്നിലേക്ക് നോക്കാൻ ഈശോ ആവശ്യപ്പെടും. ചിലപ്പോൾ പറഞ്ഞു വെച്ചാൽ ഒരാൾ പാവശ്യമായിട്ട് ഈശോയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നതായിട്ടാണ് തോന്നി. അപ്പൊ ഈ മെസ്സേജ് ശരിയുള്ള ഒരു കാര്യങ്ങളായിരുന്നു അതിനകത്ത് സംഭവിച്ചത്. എന്നിലേക്ക് നോക്കി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരാൾ പറഞ്ഞു എളിമപ്പെടണം. അപ്പൊ പാവശ്യത്തോട് പറഞ്ഞിട്ട് വേറെ ആളും ഇതിനെ തന്നെ ശരിയായിട്ടുള്ള രീതിയിൽ പറഞ്ഞു എളിമപ്പെടണം. അപ്പൊ പാവശ്യത്തെ തന്നെ പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഒരുപാട് മേഖലയിൽ എളിമപ്പെടാനുണ്ട്. അപ്പൊ ആ മേഖലയിൽ ഞാൻ ഒരുപാട് വളരുകയും ചെയ്യാനായിട്ട് വരും. എളിമപ്പെട്ടാൽ എനിക്ക് വളരാൻ പറ്റുള്ളൂ എന്ന് ഒരർത്ഥത്തിൽ വേറെ ആൾ പങ്കുവച്ചു. അപ്പൊ അത് വളരെ നല്ലതായിട്ട് തന്നെ ചേർന്ന് മനസ്സിലായി. ഒരാൾ പറഞ്ഞു പാവശ്യനോട് തലമുറകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. തലമുറകൾ നമ്മളപ്പം ആ ചേട്ടൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറൊരാളും ഇതിനോട് തന്നെ യോജിക്കുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കും. ചേട്ടനായ കാര്യങ്ങളെല്ലാം മനസ്സിലായി. അത് എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് അതിനെ സപ്പോർട്ട് ചെയ്തത്. എന്റെ ടീം ഒരുമിച്ച് സപ്പോർട്ട് ചെയ്തത്. പിന്നെ ഒരാൾ പറഞ്ഞു ശാന്തമാകുക. ഞാൻ അപ്പം ഒരാൾ ഭക്ഷണം എടുത്തിട്ട് പറഞ്ഞു സെക്രട്ടറി 46 വാക്ക് ഇതും ആവശ്യമായിട്ട് തന്നെ ഒരുപാട് സ്വാധീനിക്കുന്ന രീതിയിലാണ് നമുക്ക് അതിനകത്ത് പങ്കുവയ്ക്കാനായിട്ട് പറ്റിയത്. ഒരാൾ പറഞ്ഞത് ഞാൻ പ്രശ്നമാണ് പറഞ്ഞത്. അത് ആവശ്യമായിട്ട് ശരിയാണ്. മറ്റുള്ളവരുടെ എവിടെ ആശ്രയിക്കുന്നത് എന്റെ തമ്പുരാനിലേക്കാണ് നോക്കട്ടെ എന്ന രീതിയിൽ പറഞ്ഞു. ഇപ്പൊ ചേട്ടൻ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം പൂർണ്ണമല്ല, ഞങ്ങൾക്ക് വളരെ കുറവുള്ള വ്യക്തിയാണ്. ഈ നിങ്ങളെല്ലാവരും മറ്റുള്ളവരോട് ആ ചേട്ടനെ കൂടുതൽ എന്റേതായിട്ട് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമുണ്ട്. പിന്നെ എല്ലാവരുടെ റോസ് ചേച്ചിയാണ്. റോസ് ചേച്ചിക്ക് ആവശ്യം ചേച്ചിയുടെ ആവശ്യങ്ങൾ എല്ലാവർക്കും പ്രാർത്ഥനകൾ മുടങ്ങുന്നത് ഏതൊരു മനുഷ്യൻ നമ്മുടെ തന്നെ ഒരു ആവശ്യമാണ്. നമുക്ക് ആവശ്യം നമ്മുടെ ഗ്രൂപ്പിലുണ്ടോ എന്നെ ഞങ്ങൾ പങ്കുവയ്ക്കും. നമ്മളുടെ പ്രാർത്ഥനകൾ മുടങ്ങുന്നു. ചെറുമക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ചെറുമക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ മറ്റുപോയ ഭർത്താവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ ബ്രദറിന്റെ മകൾക്ക് വേണ്ടിയിട്ട് കല്യാണം മലേഷ്യ നടക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ പ്രാർത്ഥനകൾ എല്ലാവരും നന്നായിട്ട് സൂചിച്ചു. റോസ് ചേച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അപ്പൊ പ്രാർത്ഥിച്ച് ഓരോ കിട്ടിയ മെസ്സേജുകളും അനുസരിച്ച് ഞാൻ നിങ്ങളെ അനാഥനായിട്ട് വിടില്ല എന്നൊരു മെസ്സേജിലാണ് തുടങ്ങിയത്. അപ്പൊ നിങ്ങൾ എന്റെ ജനമോ. അപ്പൊ അങ്ങനെ തോന്നിക്കഴിഞ്ഞപ്പോൾ റോസ് ചേച്ചിയെ അത്രയും ദൈവം ഓർത്ത് പിടിക്കുന്നതാണ്. എന്നെ മാറ്റി നിർത്തുന്നതല്ല. എന്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ തോന്നി.
പിന്നെ ഒരാൾ പ്രാർത്ഥിച്ചു ചെയ്യുമ്പോൾ പറഞ്ഞു കുട്ടിക്ക് ഡെലിവറൻസ് കിട്ടുന്നതായിട്ട്. രണ്ടാം കുട്ടികളാകുമ്പോൾ കുറേയധികം വികൃതികളുണ്ട്. ഇത് ചില കുട്ടികൾ പ്രായത്തിൽ കൂടുതൽ ആ വികൃതികൾ കാണിക്കുകയും ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. അപ്പൊ ഡെലിവറൻസിന്റെ ഒരു സന്ദേശം കിട്ടി, അത് നന്നായിട്ട് പറഞ്ഞു. പിന്നെ പരിശുദ്ധാത്മാവിന്റെ നിറയെ മെസ്സേജ് കിട്ടി. ആ മെസ്സേജും നല്ലതായിരുന്നു. അതിനെ സാധുവിക്കുന്ന അടുത്ത ആൾക്കും ആ ഒരു മെസ്സേജ് കിട്ടിയപ്പോൾ ചേച്ചിക്ക് ഒരുപാട് ആശ്വാസം നൽകി. അപ്പൊ അത് തന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞ വിശ്വസിക്കുന്നതിലും കൂടി അടയാളം ഉണ്ടാവും പറഞ്ഞിട്ടുള്ള സുശേഷത്തിലെ വചനം പറയാൻ വേണ്ടി. പിന്നെ ചേച്ചിയോട് പറഞ്ഞിട്ട് മാതാവിന് പ്രാർത്ഥന ചെയ്യും, പ്രാർത്ഥിക്കുന്നു, അതിനെ സാധിക്കുന്നത്. അപ്പൊ ആ വിശ്വാസത്തിന്റെ മേഖലയിലായിരുന്നു പ്രാർത്ഥനയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ചേച്ചിക്ക് തന്നെ ചേച്ചിയുടെ കുടുംബത്തിലെ ഒരു കാര്യം ചേച്ചി അതിനോട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. മാതാവിന്റെ വിശ്വാസത്തിലേക്ക് വിട്ടുവരാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഒരു കാര്യമുണ്ട്. അത് പറയും, അതുണ്ടായിരുന്നു, അതിനോട് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് കുറെ ബോഡികൾ കിട്ടി. പിന്നെ ശോഭന ചേച്ചി ഉണ്ടായിരുന്നു. ശോഭന ചേച്ചിയുടെ വീട് പാലക്കാടെയാണ്. ശോഭന ചേച്ചി വെച്ചിട്ട് ഒരാവശ്യം മരിച്ച ഭർത്താവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. രണ്ടാമത്തെ ആവശ്യം ചെറുമക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ. ഒരു വലിയ ആറ്റിറ്റ്യൂഡ് എന്താണ്, കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. അപ്പൊ ഒരുപാടധികം പ്രാർത്ഥനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പ്രാർത്ഥിക്കുന്ന സമയത്തായിരിക്കും ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, കുട്ടികളാകുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ. പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാം മാറും. ഇത് പറയുന്നു. അപ്പൊ ചേച്ചിയോട് പറഞ്ഞത് ഈ മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ വർഷം തന്നെയായിരുന്നു. അതിനെ സാധൂകരിക്കുന്നതാണ് ടീമിൽ എല്ലാവരും പ്രാർത്ഥിച്ചതുപോലെ കുട്ടികളുടെ ശേഷം കാര്യങ്ങൾ മാറാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ പറഞ്ഞു കർത്താവ് തന്റെ പുത്രനെ എങ്ങനെയാണ് കർത്താവിന്റെ പുത്രന്മാർക്ക് എങ്ങനെ ശ്രേയസ് കൊടുക്കും എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥനയും കാര്യങ്ങളുമാണ് ചേച്ചിക്ക് കിട്ടിയിരുന്നത്. അത് ചേച്ചീനെ സ്വാധീനിച്ചിരുന്നു. അപ്പൊ ചേച്ചി പറഞ്ഞത് ശരിയാണ്, എനിക്ക് ഒരുപാടധികം അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്ക് ഒരുപാടധികം വീഴ്ചകൾ വരുന്നത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ചേച്ചിക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒരാൾക്ക് പറഞ്ഞു ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഞാൻ ചേച്ചി ഈ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാകുമ്പോഴേക്കും ഒരു ആന ചെറിയ ചങ്ങലയിൽ ചെറിയ വടിയിൽ കുത്തി നിർത്തിയിരിക്കുന്ന സീനാണ്. പക്ഷെ ആ ആന ഇരിക്കുന്നത് എന്താണ് ആനയുടെ മെസ്സേജ് ചേച്ചി ആനയായിട്ട് കരുതുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും വീട് പോകുന്നു. ആ വീഴ്ചയിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, ചേച്ചിയുടെ പവർ ഉപയോഗിച്ച് എഴുതേക്കാനും പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കാനും ആ കൃപ കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ എന്നുകൊണ്ട് ചേച്ചിക്ക് പറയുമ്പോൾ ചേച്ചി ഒരുപാടധികം ബോഡികൾ വന്നു. പിന്നെ അതേ സമയത്ത് തന്നെ ഒരാൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഒരു തലവേദന പെട്ടെന്ന് വിട്ടുപോകുന്ന ഒരവസ്ഥ വന്നു. അപ്പൊ ആ തലവേദന പെട്ടെന്ന് വരികയും തലവേദന മാറുകയും ചെയ്യും. പെട്ടെന്ന് ഞങ്ങൾ അത് ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചിക്ക് പെട്ടെന്ന് തലവേദന കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ആലോചിച്ച് വേണ്ടിയിട്ടേക്കും ചിലപ്പം ചേച്ചിയുടെ കുടുംബത്തിലായിരുന്നതോ ആയിരിക്കാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ വ്യാഖ്യാനം നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ വിശ്വസിക്കുകയാണ് കുടുംബത്തിലോ എന്തോ ഒരു സൗഖ്യം ലഭിച്ചിട്ടുണ്ടെന്നാണ് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ പ്രാർത്ഥനയിൽ ആഴപ്പെടാനായിട്ട് വഴിപെടുത്തിരിക്കുന്ന വചനവും കാര്യങ്ങളും പ്രാർത്ഥനയിൽ ആഴപ്പെടാനുള്ള വചനമാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ പറഞ്ഞ കുട്ടികളുടെ മുന്നിൽ അവരെല്ലാം മാറേണ്ടത്, നമ്മളെ മാറേണ്ടത്. കാരണം കുറെ ചേഞ്ചസ് നമ്മൾ വന്നത്, നമ്മളാണ് കണ്ടീഷൻസ് വയ്ക്കുക. അപ്പൊ കുട്ടികളുടെ കണ്ടീഷൻസ് എന്താണെന്ന് അറിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളധികം മാറണം എന്നുള്ളൊരു കാര്യം എല്ലാവരും പറഞ്ഞു. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേക്കും നമ്മൾ പ്രാർത്ഥിക്കുക കുട്ടികളെ മാറ്റണമെന്നല്ല പ്രാർത്ഥിക്കണം. ഇവരെല്ലാം സ്വർഗത്തിലേക്ക് എത്തിക്കാനായിട്ട് സ്വർഗ ലക്ഷ്യമാക്കി ജീവിച്ചു കഴിയുമ്പോഴാണ് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുട്ടികൾ മാത്രമല്ല എല്ലാവരും സ്വർഗത്തിലേക്ക്, നമ്മുടെ ഏറ്റവും വലിയ കടമ എല്ലാവരും സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞ് എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചു. ചേച്ചിക്കും പറഞ്ഞു ഈ ഒരു മെസ്സേജ് പറയുന്നത് ചേച്ചിക്ക് മാത്രമല്ല നമ്മുടെ എല്ലാം നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്വം കുട്ടികളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ എല്ലാം സ്വർഗത്തിലേക്ക് ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായി. പിന്നെ ഉള്ളത് എൽസി ചേച്ചിയാണ്. എൽസി ചേച്ചി കടവന്തരയാണ്. എൽസി ചേച്ചിയോട് പൂർണ്ണമായിട്ടും ചേച്ചിക്ക് ശുശ്രൂഷ ചെയ്യണമെന്നുണ്ട്. ഒരുപാടധികം താല്പര്യം ഇതിനകത്തേക്കുണ്ട്. വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയിൽ ഒരുപാടധികം ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ചേച്ചി തന്നെ പറയുന്നത്. ഓരോ കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോഴാണ് എനിക്ക് ഇനിയും പോരാ എന്ന് തോന്നുന്നു. വ്യക്തിപരമായിട്ട് പ്രാർത്ഥനയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത്. പിന്നെ കുറച്ചധികം നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ ഫാമിലിയിൽ സമാധാന കുറച്ചുണ്ടാവും. ചേച്ചി അത് ഷെയർ ചെയ്തു ഒരു മണി കൂടാതെ. അപ്പൊ ആ സമാധാനക്കേടുകൾ ഒന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ 3 കാര്യങ്ങളാണ് ചേച്ചി പറഞ്ഞത്. അപ്പൊ ഇതോട് ചോദിച്ചു അപ്പൊ പ്രാർത്ഥിച്ച കുട്ടികൾ ചേച്ചി ഒരുപാടധികം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള വരങ്ങളുണ്ട്. മറ്റുള്ള ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ടാണ് ചേച്ചിയോട് പറയണമെന്നൊരു സന്ദേശമാണ് കിട്ടിയത്. അതെല്ലാവരും ഷെയർ ചെയ്തു. അത് ചേച്ചി ഒരുപാടധികം ആശ്വാസം നൽകിയ ഒരു കാര്യമാണ്. പിന്നെ കുടുംബ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഇത്രയും കൂടുതൽ നമ്പർ വെച്ചിട്ട് ഇത്ര നമ്പറുള്ള കുടുംബങ്ങളെ നമ്മൾ കരുതും. നോട്ടീസിലുള്ള നമ്പറുകൾ ഏതെങ്കിലുമൊക്കെ നമ്പറുകളുള്ള കുടുംബങ്ങളെ കരുതി പ്രാർത്ഥിക്കാനുള്ള ലെവലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് കിട്ടി. പിന്നെ പ്രാർത്ഥിക്കാൻ ഒരു തടസ്സമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തടസ്സമുണ്ടെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ സംസാരത്തിൽ ചെയ്ത പാവങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുകയും വീണ്ടും നമ്മളൊന്ന് ആവർത്തിക്കുകയും ചെയ്യും. അപ്പൊ പലരും എക്സാമ്പിളുകളൊക്കെ ആയിട്ട് പറഞ്ഞു അതെങ്ങനെയാണ് മാറ്റാനായിട്ട് പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോരായ്മകൾ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, ഒരുപാടധികം പ്രാർത്ഥിച്ചു വെക്കണം. അപ്പോൾ ഒരുപാടധികം കൃപകൾ നിങ്ങൾക്ക് വരും എന്നൊരു മെസ്സേജ് കൂടെ കൊടുത്തു. അതും ചേച്ചിക്ക് വളരെയധികം ആശ്വാസം, ചേച്ചിക്ക് മാത്രമല്ല എൻ്റെ ഗ്രൂപ്പിന് ഭയങ്കര ആശ്വാസമായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ജാൻസി ജോർജ് കടവന്ത്രയാണ്, കളമശ്ശേരിയാണ്. നമ്മുടെ കുടുംബം പരിശുദ്ധാത്മാവിനെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ചേച്ചിയുടെ മകള് സിസ്റ്ററാണ്. സിസ്റ്റർക്ക് വേണ്ടിയിട്ട് ദൈവത്തെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടും നിലനിൽപ്പിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാനായിട്ടുള്ളത് സെക്കൻഡ് ഇയർ ആണെന്നുള്ളത്. പിന്നെ മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ടുള്ളത്, മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് കുറച്ചുകൂടെ തീവ്രമായിട്ട് കർത്താവിന്റെ വേല ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ കുട്ടികളും ഒക്കെ ഇതുണ്ട്, 22 വയസ്സുണ്ട്, അതിന്റെ കർത്താവ് പള്ളിയിലെല്ലാം കൂടുതലാണ്. പക്ഷെ ഫുട്ബോൾ കളി കൂടുതലാണ്. അപ്പം അത് മാത്രമല്ല ഉള്ളൂ എന്ന് ഞങ്ങൾ ആശിപ്പിച്ചു. പക്ഷേ ചേച്ചിയോട് പറഞ്ഞ് അവരും സത്യത്തെ വിശദീകരിക്കും. യോഹന്നാനത്തില് 7-ാമത്തെ അധ്യായം 19-ാമത്തെ വർഷമാണ് വായിക്കാനായിട്ട് വന്നത്. പിന്നെ ഒരുപാട് വിശുദ്ധിയുടെ ആൾക്കാരെ നേടാൻ വേണ്ടി വിശുദ്ധിയുടെ ആളുകളെ സാധാരണ മനുഷ്യ പ്രാർത്ഥനയിൽ കരുതിയായിട്ട് വിശുദ്ധിയുടെ ആളുകളെ വീണ്ടും വീണ്ടും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. പിന്നെ പറഞ്ഞെങ്കിലും മക്കളുടെ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ എടുത്ത് കഴിക്കാൻ പറ്റുന്ന വലിയ പോരായ്മകളൊന്നുമില്ല, ഒരുപാട് നല്ല കുട്ടികളാണ്. പിന്നെ കുർബാന ആരെങ്കിലും കണ്ടില്ല, ചേച്ചി വന്ന ചില സമയത്ത് ഞായറാഴ്ചകളിൽ ചിലപ്പോൾ ആരെങ്കിലും മിസ്സാവും കുർബാന. അപ്പൊ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ചേച്ചി ഒരുപാടധികം പ്രാർത്ഥനയും ഭയങ്കര വിശുദ്ധിയിലും തീർക്കുന്നുണ്ട്. അപ്പൊ ചേച്ചിയോട് ഒരു കുർബാന വേണ്ടി 2 കുർബാന കാണും, മറ്റൊരാൾക്കും കൂടെ വേണ്ടിയിട്ട് കുർബാനകൾ കാണാനായിട്ട് സംസാരിച്ചു. പിന്നെ ചേച്ചീനെ ഒരുപാട് ഈശോയുടെ പൊന്നു മകളായിട്ട് ഈശോ ചേർത്ത് പിടിക്കുന്ന രീതിയിലാണ് കണ്ടിരുന്നത്. ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാണ് മറ്റുള്ളവർക്ക്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, മറ്റുള്ള കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന രീതിയിൽ ചേച്ചി മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു മെസ്സേജ് കിട്ടി. മറ്റു മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ ചേച്ചിനെ പോലുള്ള ഒരു വിഷയമായിട്ട് സിസ്റ്ററാവാനായിട്ട് വിടാൻ വേണ്ടിയിട്ട് മറ്റു മാതാപിതാക്കളെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏതെങ്കിലും രാത്രിയിൽ ചിലപ്പോൾ രാത്രി പെട്ടെന്ന് ഒരു 2 മണിയോ 3 മണിയോ സമയത്ത് നമ്മളെല്ലാവരും ഉറക്കത്തിൽ നിന്ന് അപ്പൊ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പോൾ നമ്മൾ നമ്മളെ ആശ്വാസിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് കിടക്കും. പക്ഷെ അതിന് പകരം വെച്ചാൽ ഈ സമയത്ത് നമ്മൾ എഴുന്നേൽപ്പിക്കുന്ന ഏതൊരു ആത്മാവ് എവിടെ നിന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് സഹായം ചോദിക്കുന്നതായിരിക്കും. അപ്പൊ അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ ഏത് വ്യക്തിയാണെന്ന് അറിയില്ല, ചിലപ്പം ആ സമയത്ത് ഏതെങ്കിലും തോന്നാൽപ്പത്തിൽ ഒന്ന് ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിരിക്കും. ഇതാണ് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിന്റെ ദിവസമാണ്. പിന്നെ ഉണ്ടായിരുന്നത് മാട്ടിച്ചേട്ടനാണ്. മാട്ടിച്ചേട്ടന്റെ വീട് മരടാണ്. അപ്പൊ മാട്ടിച്ചേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാട്ടിച്ചേട്ടൻ മസ്കറ്റിലായിരുന്നു. മസ്കറ്റിലായിരുന്ന ചില സമയത്ത് മാട്ടിച്ചേട്ടൻ ഒരു സ്ട്രോക്ക് വന്നതിന്റെ ഫലമായിട്ട് മാട്ടിച്ചേട്ടന് സംസാരത്തിന് വളരെയധികം തടസ്സം ഉണ്ടായിരുന്നു. അപ്പൊ മാട്ടിച്ചേട്ടൻ ഒരു ആഗ്രഹങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹം ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തടസ്സമൊന്നും മാറ്റിക്കണ്ട. ഒരുപാടധികം പ്രാർത്ഥനയിലും ഒരുപാടധികം വിശദീകരണമായിട്ട് ജീവിക്കുന്നത് ഒരുപാട് അനുഭവം മാറ്റിച്ചേട്ടന് സംസാരിക്കാൻ തടസ്സം മാറ്റാൻ വേണ്ടിയിട്ട്. രണ്ടാമത് മാറ്റിച്ചേട്ടന് ഒരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്, അത് മൂക്കിന്റെ പാലം വളർന്നിരിക്കുന്നതാണ്, അത് ജന്മന ഉള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പം ആളുകൾ ഞങ്ങളുടെ കുടുംബം എല്ലാം മാറ്റിച്ചേട്ടന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. എല്ലാവരും വേണ്ടിയാണ് പ്രാർത്ഥിച്ച് മാറ്റിച്ചേട്ടനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് മാറ്റിച്ചേട്ടനെ കിട്ടിയിട്ട് മാറ്റിച്ചേട്ടനോട് അഗ്നിയായിട്ട് ചോദിച്ചിട്ട് എല്ലാവരും സാധാരണ ചോദിച്ചത് പ്രാർത്ഥിപ്പിക്കും. കാരണം ചോദിച്ചത് അത് എന്റെ ഗ്രൂപ്പിലേക്ക് പ്രകാശിപ്പിക്കുന്നതായിട്ട് മെസ്സേജ് കിട്ടി. മാറ്റിച്ചേട്ടൻ ഒരുപാട് ആത്മാക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാക്കളെ നേടുന്നതായിട്ട് മെസ്സേജ് കിട്ടി. ഒരുപാട് രോഗികൾക്ക് വേണ്ടിയിട്ട് മാറ്റിച്ചേട്ടൻ പ്രാർത്ഥിക്കുന്നതായിട്ട് ഒരു സന്ദേശം കിട്ടി. അതോടൊപ്പം തന്നെ മാറ്റിച്ചേട്ടന് രോഗശാന്തി വരം ലഭിക്കുന്നതായിട്ട്, കാരണം എല്ലാ പ്രാർത്ഥനകളും എല്ലാവരും കണക്ട് ചെയ്തിരിക്കും. മാറ്റിച്ചേട്ടൻ രോഗശാന്തി വരം ലഭിക്കുന്നതായിട്ട് കിട്ടിയത്. വചനം കൂടുതൽ മക്കൾക്ക് ഷെയർ ചെയ്യാൻ ഇപ്പോൾ ഓൾറെഡി മാറ്റിച്ചേട്ടൻ മെസ്സേജുകൾ വഴി വചനം എഴുതിയ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്തു. ഇനിയും പോരാ കൂടുതൽ ചെയ്യണമെന്നുള്ളൊരു മെസ്സേജാണ് കിട്ടിയത്. പിന്നെ മാറ്റിച്ചേട്ടന് വേണ്ടിയിട്ട് മരുന്നോ രോഗവശമോ അല്ല, അങ്ങനെ വചനമാണ് സുഹൃത്തുക്കൾ എന്നൊരു കാര്യമാണ് കിട്ടിയത്. അപ്പോൾ തുടക്കത്തില് ക്ലാസ്സിൽ കൊടുക്കും ജന്മനാഥനായ വ്യക്തിക്ക് എങ്ങനെയാണ് അസുഖം മാറ്റിയത്, ജന്മനാമുള്ളതായ വ്യക്തി എങ്ങനെയാണ് രക്ഷിച്ചത്. അപ്പം ഇതേ ഒരു അവസ്ഥ ജന്മനാലുള്ള മാറ്റിച്ചേട്ടിന്റെ മൂക്കിന്റെ വിഷയങ്ങൾ മാറാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ മാറ്റിച്ചേട്ട് ഒരുപാട് സഹനങ്ങൾ വരുന്നുണ്ട്. ആ സഹനങ്ങൾ അതിജീവിക്കാനുള്ള കരുത്തും കൃപയും എല്ലാവരും മാറ്റിച്ചേട്ടിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഉണ്ടായിരുന്ന ഞാനാണ്, എൻ്റെ പേര് മനുവാണ്. എനിക്ക് ആത്മീയ ജീവിതത്തിലൂടെ വളരെയധികം ഒരുപാടധികം ആഗ്രഹമുണ്ട്, ഒരുപാടധികം പോരാട്ടങ്ങൾ ഒരിക്കലും എനിക്ക് ഇവിടെ നിൽക്കാനുള്ള വിശുദ്ധിയൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ.
അപ്പം എനിക്കത് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം അതാണ് ഞാൻ പറഞ്ഞു ഒരു കാര്യം. പിന്നെ ഞാൻ എൻ്റെ സഹോദരൻ എന്നെക്കാൾ 2 വർഷം മൂത്തോളൂ, ഒരു സെക്കൻഡ് പാർക്കിൻസൺസ് വന്നൊരു ആക്സിഡൻറ്റിലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങോട്ടാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് വേറെ ഒരുപാട് മേഖലകളോട് ഇവർ പ്രാർത്ഥിച്ചു ഓരോ മെസ്സേജുകൾ പറഞ്ഞു. ഒന്ന് സാമ്പത്തിക മേഖലയിൽ ഒരുപാടധികം അഭിവൃദ്ധി വരിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. എപ്പോഴും ദൈവം കൂടെയുണ്ട്, എല്ലാം ക്രമീകരിക്കുന്ന ഒരു മെസ്സേജാണ് പറഞ്ഞത്. പിന്നെ തടസ്സങ്ങൾ നോക്കാതെ കർത്താവിനെ ആശ്രയിക്കാൻ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പലപ്പോഴും തടസ്സങ്ങൾ വരുമ്പോൾ അവിടെ നിന്ന് ഏതെങ്കിലും ജോലി മേഖലയാണെങ്കിൽ എല്ലാ മേഖലയിലും തടസ്സങ്ങൾ അനുഗ്രഹങ്ങൾ ഒരുപാട് ലഭിക്കുന്ന ഒരു കാര്യം കൊണ്ട്. പിന്നെ അതുകൊണ്ട് ഒരുപാട് നിഷ്കളങ്ക ഹൃദയമൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ദൈവം എനിക്ക് നിഷ്കളങ്ക ഹൃദയമാക്കി മാറ്റണമേ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഒരാൾ മെസ്സേജ് പറഞ്ഞത് ഹീസ് മൈ സൺ. അപ്പൊ എന്നെ ഒരുപാടധികം ചേർത്ത് പിടിക്കുകയാണ് തമ്മിൽ പറഞ്ഞുകൊണ്ടാണ് വന്നത്. പിന്നെ പറഞ്ഞു ഒരു ഫാമിലി പ്രൊട്ടക്ടർ. അപ്പൊ എനിക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പൊ എന്റെ ഫാമിലിയിൽ ഇപ്പൊ ഇതിനകത്ത് അത്യാവശ്യത്തിന് ആരോഗ്യത്തോട് ഞാൻ മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ളത്. പിന്നെ ഒരാൾ പറഞ്ഞു തീവ്രതയുണ്ട് എന്നുണ്ട്. അപ്പം പല രീതിയിൽ പല മെസ്സേജുകളും എല്ലാവരും ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് എല്ലാവരും തന്നെ ഷെയർ ചെയ്തു. എല്ലാവരും അന്യനുണ്ട് ആത്മാർത്ഥമായിട്ടാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളെല്ലാം പങ്കുവെക്കുകയും ചെയ്യുന്നത്. പിന്നെ പൊതുവായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിനോടൊപ്പം തന്നെ ബാക്കി എല്ലാ ഗ്രൂപ്പിനെയും സമർപ്പിച്ച് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാവാനായിട്ടും എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ മാറാനായിട്ടും ഇവിടെ ഏറ്റവും കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്തപ്പോൾ നമ്മൾ 100 തവണ 200 തവണയോ പരാജയപ്പെടുന്നതല്ല, കിട്ടുന്ന ആ ഓപ്പർച്യൂണിറ്റി ഏറ്റവും മനോഹരമായിട്ട് തമ്പരാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും തമ്പരാൻ ഓപ്പർച്യൂണിറ്റീസ് തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കപ്പെടാതെ പോകുന്നതായിരിക്കും ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ ടീമിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിന് വളരെ കുറവുകളുള്ള കുട്ടികളാണ് എല്ലാവരും. ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ തീർച്ചയായിട്ടും ക്ഷമിക്കണം. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോരുത്തരെ നിർത്തി പ്രാർത്ഥിച്ചു, കൈ വെച്ച് പ്രാർത്ഥിച്ചു. ശക്തമായി പ്രാർത്ഥിച്ചപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയാണ് വചനമാണ് ഒരു സഹോദരൻ കിട്ടിയത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ആ സഹോദരിയോട് പറഞ്ഞപ്പോൾ ആ സഹോദരി ഭയങ്കര ഭയമുണ്ട്, വീട് പോകുന്ന ഭയം, ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുന്ന ഭയം, അങ്ങനെ പല സംഭവമുണ്ട്. ഇതേപോലെ തന്നെ പലരുടെയും പല പ്രയാസങ്ങൾ മുൻകൂട്ടി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാം പരിസ്ഥാനമായി ഞങ്ങളോട് പറഞ്ഞിരുന്നു ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവർക്കോട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചപ്പോൾ അതിന് വലിയ വചനം കിട്ടി. ആ വചനം പറഞ്ഞായിരുന്നു. അപ്പോൾ പരിസ്ഥാത്മാവോട് ചോദിച്ചാൽ പരിസ്ഥാത്മാവ് എന്തെന്ന് ബോധ്യം ഞങ്ങൾക്ക് കിട്ടി. പരിസ്ഥാത്മാവാണ് പറയുന്നത്, നമ്മളല്ല സ്വയമല്ല. നമ്മുടെ നാവിൽ മുന്നിൽ വരുന്നില്ല. ബ്രദർ പറഞ്ഞ പോലെ നമ്മുടെ നാവും നമ്മുടെ ചുണ്ടും വിട്ടുകൊടുത്താൽ മതി. പരിസ്ഥാത്മാവാണ് സംസാരിക്കുന്നത്. പിന്നെ ഞങ്ങൾ പൊതുവായിട്ട് എഴുതിയിട്ട് ഞങ്ങൾ പിതാവും പുത്രനും പരിസ്ഥാത്മാവും ബന്ധം. പിതാവായ ദൈവം സൃഷ്ടി നടത്തുമ്പോൾ വഹിക്കുന്ന വാക്ക് യേശുവിൽ കൂടെയാണ്. യേശുവിന്റെ വചനമാണെന്നുള്ളത് യോഹന്നാൻ സുവിശേഷം 1, 2, 3 തിരുവചനങ്ങൾ ഞങ്ങളത് മനസ്സിലാക്കി. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല, എല്ലാ ആപലും കൂടെ ഉണ്ടായി. അതേസമയം തന്നെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 2-ാം വാക്യം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് ജലത്തിലും കൂടെ ചലിച്ചുകൊണ്ടിരുന്നു. അതേ പിതാവ് ചെയ്യുന്ന സൃഷ്ടികർമ്മത്തിലും പിതാവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും പുത്രനും പരിശുദ്ധാത്മാവും കർമ്മ തന്നെയാണ് ബോധ്യം ഞങ്ങൾക്ക് കിട്ടി. പിന്നെ അതേപോലെ തന്നെ നമ്മള് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ചു നേരം മൗന പ്രാർത്ഥന പിതാവായിട്ട് സംസാരിക്കണം രീതിയിൽ ചിലരൊക്കെ പറഞ്ഞു. അത് പലരും ഉൾക്കൊള്ളാൻ സാധിച്ചു. പലരും സമയമില്ലെങ്കിലും സമയം കഴിഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ചില ബ്രദേഴ്സ് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി സമയം കണ്ടെത്തി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാൻ നല്ലതായിരിക്കും. കാരണം നമ്മുടെ പകലത്തെ പ്രാർത്ഥനയും വൈകിട്ടത്തെ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ ഫലപ്രദമാകുന്നത് എൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ പറയാം. ഞാൻ രാവിലെ ഒരു മണിക്കൂറെങ്കിലും രാവിലെ പ്രാർത്ഥിക്കും. എന്ത് തിരക്കാണെങ്കിലും സമയം കണ്ടെത്തി പ്രാർത്ഥിക്കും. ഉറങ്ങാൻ സമയം കിട്ടിയില്ലെങ്കിലും അന്ന് കുറയ്ക്കുക, അത്രേ ഉള്ളൂ. നേരത്തെ കിടക്കാൻ ശ്രമിക്കാം, നല്ലതാണ്. ശ്രമിക്കുകയാണ് കൂടുതൽ നല്ലത്. ഏതായാലും നമ്മൾ രാവിലെ കുറച്ചു നേരം മൗന പ്രാർത്ഥന നടത്തുന്നു, ദൈവമായിട്ട് സംസാരിക്കുന്നു, നല്ലതാണ്. ദൈവം നന്ദി സ്തുതി ആരാധന രാവിലെ നടത്തണമെന്നുള്ള ബോധ്യം നമുക്ക് കിട്ടി. പിന്നെ അതേപോലെ തന്നെ
പ്രവചന വരം, ഇത് അങ്ങനെയുള്ള വരം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. കാരണം നമുക്കെല്ലാം മാമോസവഴി ധൈര്യത്താലൊക്കെ പരിശുദ്ധാത്മാവിനെ കിട്ടിയതാണ്. ആ സമയത്ത് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കുറവുകളും ദാനങ്ങളും ഫലങ്ങളെല്ലാം കിട്ടിയതാണ്. പക്ഷേ നമ്മൾ ആരും അത് ഉപയോഗിക്കുന്നതിന് കാരണം നമ്മളിലുള്ള പാവാവസ്ഥയും നമ്മുടെ അജ്ഞത അവബോധമില്ലായ്മയാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മൾ പാവങ്ങൾ കഴിയുന്ന വെടിഞ്ഞ് വിശുദ്ധിയിൽ പോകുക, കഴിയുന്ന ഇടയ്ക്ക് സംസാരിക്കാനുള്ള ബോധ്യം കിട്ടി. ഒരു 2 ആഴ്ചയിലൊരിക്കലും സംസാരിക്കണം നല്ലതാണെന്നുള്ള ബോധ്യം കിട്ടി. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കഴിയുന്ന വിശുദ്ധി പാലിക്കണം. അഥവാ പാവങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കഴിയുന്ന പാവങ്ങൾ ഏറ്റുപറയണം. ജാപദോഷമാണെങ്കിൽ ഏറ്റവും അടുത്ത് തന്നെ സംസാരിക്കാൻ ശ്രമിക്കണം എന്നുള്ളൊരു ബോധ്യം കിട്ടി. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മൾ രോഗശാന്തിക്ക് വേണ്ടി നമുക്ക് വേണ്ടിയല്ല കൂടുതലും പ്രാർത്ഥിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അനുഗ്രഹം ഒത്തിരി കിട്ടും. പിന്നെ ചില ഭവനങ്ങളിലെ കുട്ടികളുടെ പ്രശ്നങ്ങൾ, കുട്ടികൾ പല യുവാക്കൾ വഴിതെറ്റി പോകുന്നൊരവസ്ഥ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സഹോദരന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി വേദനയാനുള്ള കൃപ കിട്ടി. അതേപോലെ തന്നെ ഒരു സഹോദരിക്ക് വചന പ്രഘോഷണം ചെയ്യാനുള്ള കൃപ കിട്ടി. അതുപോലെ ശിക്ഷയുടെ LSL പ്രവർത്തിക്കുന്ന കുട്ടിയാണ്, ഒരു സഹോദരിയാണ്. ആ സഹോദരിക്ക് കൂടുതലായിട്ട് ശിക്ഷയുടെ വില ചെയ്യാനുള്ള കൃപ കിട്ടി. അതുപോലെ പൊതുവെ എല്ലാം തന്നെ നല്ല അനുഭവമായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപകളും ദാനങ്ങളും ഫലങ്ങളും ഇനി ധാരാളം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരിശുദ്ധാത്മ തരും. പ്രത്യേകിച്ച് വരം, എല്ലാം പ്രവചന വരം നമുക്ക് അത്യാവശ്യമാണ്. പ്രവചനം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കൊള്ളാത്തതാണ്. കാരണം ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ, ചില മാനസികമായ പ്രശ്നമോ കുടുംബ പ്രശ്നമോ പരിഹരിക്കണമെങ്കിൽ നമ്മൾ അവരെ കണ്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ അവർ ചിലപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി നമുക്ക് തരും. അപ്പോൾ നമുക്കതിൽ ഇടപെടാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. Group number 3. Group number 3. നിങ്ങൾ ഓരോ കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് കൈയടിക്കണം. കാരണം ഇതെല്ലാം റെക്കോർഡുകളാണ്. അപ്പോൾ ശരിയായിരിക്കട്ടെ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 7 പേരായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഒരു സിസ്റ്ററും പിന്നെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, 2 ചേട്ടന്മാർ, പിന്നെ ഞാൻ, പിന്നെ ഒരു ചേച്ചി. ഇവർക്കെല്ലാവർക്കും വളരെയധികം ആത്മീയ അടിത്തറയുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് ഭാവിയെക്കുറിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു കർത്താവിന് വേണ്ടി ഇനി എങ്ങനെ ശുശ്രൂഷ ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിനെക്കുറിച്ചാണ് മെയിനായിട്ട് ഗ്രൂപ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തത്. ആദ്യം തന്നെ ഞങ്ങളുടെ സിസ്റ്ററിന് വേണ്ടിയിട്ടാണ് ആദ്യം പ്രാർത്ഥിച്ചത്. സിസ്റ്റർ ഫ്ലോറി, ഇന്നലെ ലീഡറായിരുന്നു. സിസ്റ്റർ ഇവിടെ പറഞ്ഞതായിരിക്കും, എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു പക്ഷേ സിസ്റ്റർ ഫ്ലോറിയെ കുറിച്ച്. സിസ്റ്ററിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചതായിരുന്നു കർത്താവിൻ്റെ ഹിതത്തിനായും. അതായത് സിസ്റ്റർ സുവിശേഷ വേല ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ഹിതം എങ്ങനെയാണ്, അതുപോലെ സിസ്റ്ററിന് ചെറിയ ശാരീരിക പ്രശ്നങ്ങളുണ്ട്, നടുവിനുള്ള വേദന, വയറ്റിലെ വേദന, അതിനു വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചത്. അപ്പോൾ സിസ്റ്ററിന് കിട്ടിയിരിക്കുന്ന ആദ്യമായിട്ട് ഒരു സഹോദരൻ ഷെയർ ചെയ്ത സിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞതെന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധ അമ്മ ഏലീശ പുണ്യവതിയെ കാണാൻ പോയത് എങ്ങനെയാണോ അതുപോലെ തന്നെ തിടുക്കത്തിൽ പോവുക, പിന്നെ വേണ്ട കാര്യം ഏതൊക്കെയാണെന്ന് കർത്താവിനോട് ചോദിക്കുക, കർത്താവ് തരാൻ റെഡിയായിട്ടിരിക്കുകയാണെന്ന് പറയുന്ന. പിന്നെ മാതാവിനോട് കുറച്ച് കൂടുതൽ, സിസ്റ്റർ തന്നെ പറഞ്ഞു, ഞാൻ യേശുപിതാവിനോടാണ് ഒരു കൂടുതൽ ഇച്ചിരി കൂടെ ഒരു ആഭിമുഖ്യം പുലർത്തുന്നതെന്ന് പറഞ്ഞു. അപ്പം മാതാവിനോട് കുറച്ചുകൂടെ കൂടുതൽ അടുക്കാനായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞായിരുന്നു. പിന്നെ ആന്തരിക മുറിവുകളുടെ ഒരു സൗഖ്യത്തിന് വേണ്ടിയിട്ട് സിസ്റ്ററിനോട് പറഞ്ഞായിരുന്നു. കർത്താവ് കൂടെയുണ്ട്, ഒന്നുകൊണ്ട് പേടിക്കേണ്ട, അങ്ങനെ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സിസ്റ്റർ ആയിരിക്കുന്ന ഇനി ഏത് രീതിക്കാണോ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ കർത്താവ് കൊണ്ടുപോകും, കർത്താവ് നയിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസം കിട്ടി. അത് പല രീതിയിൽ ആൾക്കാരിൽ കൂടെ തന്നെ സംസാരിച്ചതാണ്. രണ്ടാമത് ഞങ്ങൾ പ്രാർത്ഥിച്ചത് മേരി ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്. ചേച്ചിയാണെങ്കിലും വളരെയധികം സുവിശേഷ വേല ഡിവൈനിലും പല സ്ഥലങ്ങളിലായിട്ട് സുവിശേഷ വേല ചെയ്യുന്ന ഒരു നല്ലൊരു ഒരു ആത്മീയ അടിത്തറയുള്ള ഒരു സഹോദരിയായിരുന്നു ചേച്ചിയും പറഞ്ഞ പോലെ എന്നാന്ന് ചോദിച്ചാൽ ചെറിയ രോഗത്തിൻ്റേതായിട്ടുള്ള ചില അസ്വസ്ഥതകൾ, പിന്നെ ചേച്ചി അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു വഴി പ്രശ്നം ഉണ്ടായിരുന്നു.
അപ്പോൾ ആ വഴി പ്രശ്നത്തെക്കുറിച്ച് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ കൂടുതലുള്ള ഒരു സഹോദരൻ അത് കറക്റ്റായിട്ട് അതിനെക്കുറിച്ചൊരു ദർശനം കിട്ടിയായിരുന്നു. ഒരു പണി തീർത്തിരിക്കുന്ന ഒരു മതിലും അതിൽ 1, 2, 3 കല്ലുകൾ 2 3 കല്ലുകൾ മാത്രം പൊളിഞ്ഞ് കിടക്കുന്നതായിട്ട്. അപ്പോൾ അത് ചേച്ചി അത് സ്ഥിരീകരിച്ചായിരുന്നു. ആ വഴി പ്രശ്നത്തിലായിട്ട് ഇപ്പം പല ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ എല്ലാവരുമായിട്ട് രമ്യതയിലാണ്. 3 കുടുംബക്കാരുമായിട്ട് മാത്രമാണ് ഇപ്പം ചെറിയൊരു പ്രശ്നമുള്ളത്. അപ്പോൾ ഞങ്ങളതിനെക്കുറിച്ച് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വഴി പ്രശ്നം ഉടനെ തന്നെ തീരും, എല്ലാം രമ്യതയിൽ കലാശിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവ് കൂടെയുണ്ട്. വീണ്ടും വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് സഹോദരിയെ കൂടുതലായിട്ട് വചനങ്ങൾ എടുത്ത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് വചനം വാളാക്കി ഉപയോഗിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു തിരിച്ചറിവ് കിട്ടിയതായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ റോസി ചേച്ചി എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ചേച്ചിയാണേലും രോഗശാന്തിക്ക് വേണ്ടിയിട്ടും ജീവിത പങ്കാളിയുടെ സൗഖ്യം, പിന്നെ മകൻ്റെ പ്രശ്നം, അതിനെക്കുറിച്ചൊക്കെയാണ് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. ചേച്ചിയോടാണ് പറഞ്ഞത്. ചേച്ചിയുടെ കൂട്ടത്തിൽ തന്നെ ദൈവമുണ്ട്. വചനങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും എല്ലാം അത് സ്ഥിരീകരിച്ചായിരുന്നു. മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് കൂടെയുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, കൂടെയുണ്ട്, കർത്താവ് കൈപിടിച്ചിരിക്കുകയാണ്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, പ്രാർത്ഥനയിൽ മുന്നോട്ട് പോവുക, സ്ഥിരതയോടെ, സ്ഥിരോത്സാഹിയോടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ജോസഫ് ചേട്ടനെ ആണ് സമർപ്പിച്ചിരിക്കുന്നത്. മേരി ചേച്ചി എന്ന് പറയുന്ന ചേച്ചിയുടെ ഹസ്ബൻഡായിരുന്നു ജോസഫ് ചേട്ടന്. ചേട്ടനെ ശാരീരിക സൗഖ്യത്തിന് സമർപ്പിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. കുറച്ച് രോഗപീഠകൾ കാലിൻ്റേതൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അതിനെ സമർപ്പിച്ചാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്. ചേട്ടനെ കുറിച്ച് പ്രാർത്ഥിച്ചതിന് വലിയ ഷട്ടറിൽ നിന്ന് ഡാം ഒഴുകുന്ന, ഷട്ടറിൽ നിന്ന് ഡാമല്ല, ഡാമിൽ നിന്ന് ഷട്ടർ പോകുമ്പോൾ വെള്ളം എത്രയോ ശക്തിയായിട്ട് ഒലിക്കുന്ന ഒരു ദർശനമാണ് ലഭിച്ചത്. അതായത് അത്രയും വലിയൊരു പരിശുദ്ധാത്മ കൃപ ചേട്ടൻ്റെ മേലുണ്ട്. പിന്നെ ഒരു ചെറിയ ചേട്ടന് വേണ്ടി ഒരു ചെറിയ സന്ദേശങ്ങൾ പറഞ്ഞ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ചെറിയൊരു പ്രവൃത്തികൾ പോലും വരരുതെന്ന് പറഞ്ഞ അങ്ങനെ ഒരു ഇതും കൂടെ പറഞ്ഞായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അടുത്തത് എൻ്റെ പേര് ജസ്റ്റിൻ എന്നാണ്. ദൈവാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരദാനങ്ങളൊക്കെ നിറയാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു. കർത്താവിനോട് ഒത്തിരി മാപ്പ് ചോദിക്കണം. ഞാൻ വളരെയധികം വിശുദ്ധിയിൽ ജീവിക്കാൻ വളരെയധികം ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സ്ഥിരതയില്ലാത്തൊരു പ്രശ്നമുണ്ട്. അതിനു വേണ്ടിയിട്ടായിരുന്നു മെയിൻ പലപ്പോഴും നമ്മൾ പൗലോസ്ലീഹ പറയുന്ന പോലെ ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ, ഇച്ഛിക്കുന്നത് ചെയ്യാൻ സാധിക്കുന്നില്ലാത്തൊരവസ്ഥയുണ്ട്. എനിവേ ബലഹീനനാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. കർത്താവിൻ്റെ ധനങ്ങളും ഫലങ്ങൾക്ക് വേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു പുതിയ അഭിഷേകം രൂപപ്പെട്ടതായിട്ട് മനസ്സിലായി. സന്ദേശങ്ങൾ കൂടി വെളിപ്പെട്ട് തന്നിട്ടുണ്ടായിരുന്നു. അടുത്ത സാജൻ ചേട്ടന് വേണ്ടിയിട്ടാണ്. ചേട്ടനാണെങ്കിലും അമ്മയുടെ രോഗശാന്തിക്ക് വേണ്ടി, പിന്നെ മകളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയുള്ള ഒരു ഹിതത്തിന് വേണ്ടിയിട്ടുമാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടനെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണെങ്കിൽ തന്നെ ചേട്ടൻ്റെ എന്ത് പ്രൊഫഷനാണ്, അതുപോലെ തന്നെ ചേട്ടൻ ആൾക്കാരോട് വളരെയധികം ചേർന്ന് നിൽക്കുന്നതാണ്. ദൈവത്തിന് ഒത്തിരി പ്രിയപ്പെട്ടതാണ്. ദൈവത്തിന് വേണ്ടിയിട്ട് ഒത്തിരി അധ്വാനിക്കുന്ന ഒരു മനുഷ്യനായിട്ട് വളരെയധികം ദർശനങ്ങളിലൂടെ സന്ദേശങ്ങളിലൂടെ നമ്മൾ സ്വീകരിച്ചിരുന്നു. പിന്നെയുള്ള അലക്സിയേട്ടന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. അലക്സിയേട്ടനാണെങ്കിലും ഒത്തിരി ശുശ്രൂഷ ഡിവൈനിലൊക്കെ ചെയ്യുന്നൊരു സഹോദരനാണ്. പിന്നെ ചേട്ടനാണെങ്കിലും രോഗശാന്തി ശുശ്രൂഷ, അതൊരു ശുശ്രൂഷയായിട്ട് തുടങ്ങാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കർത്താവോട് വരുമ്പോൾ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം നിനക്കുണ്ട്, അതിനു വേണ്ടിയിട്ട് നീ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത്രയൊക്കെ ഉള്ളായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്റ്റേജിൽ പറഞ്ഞതൊക്കെ. എനിക്കറിയത്തില്ല, ഒത്തിരി പെർഫെക്റ്റ് അല്ല, ഒത്തിരി നല്ല തീരെ പെർഫെക്റ്റ് അല്ലെന്ന് എനിക്കറിയാം. ക്ഷമിക്കുക കേട്ടോ സർ. സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 8 പേരാണ് ഉണ്ടായിരുന്നത്. ആദ്യം തന്നെ ലീഡറിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വന്നപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീയാവും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി. അപ്പോൾ ഞാനും അങ്ങനെ പറഞ്ഞു, ഞാൻ ആവില്ല, അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി. എനിക്ക് തോന്നുന്നത് കൃപകൾ നിറഞ്ഞവരായിരുന്നു എല്ലാവരും തന്നെ. എന്നെക്കുറിച്ച് അത്ര എനിക്ക് പറയാനില്ല, എന്നാലും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കൃപകൾ നിറഞ്ഞവരായിരുന്നു. ബ്രദർ പറഞ്ഞ പോലെ ചാവുകടലും ഗലീലക്കടലും പോലെ കുറേ കൃപകളുണ്ട്. അതെല്ലാം ഇങ്ങനെ
എനിക്ക് അവിടെ ഇങ്ങനെ വെച്ചേക്കണായിരുന്നു. പക്ഷേ ഈ ഒരു കൂട്ടായ്മയിൽ അതെല്ലാം പുറത്തേക്ക് വന്നു. സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ തന്നെ എല്ലാവർക്കും അപ്പോൾ തന്നെ പറയുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാം ഇങ്ങനെ വചനങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതെല്ലാം പുറത്തേക്ക് ഒഴുകും, ഇവരെല്ലാം നന്നായിട്ട് ഈശോയെ പ്രഘോഷിക്കും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൂട്ടായ്മ കിട്ടിയ സന്ദേശങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ്. ഞങ്ങൾ ആദ്യം ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുടുംബസമാധാനത്തിന് വേണ്ടിയിട്ടാണ് സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തന്നത്. അപ്പോൾ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു എന്ന ഒരു വചനം ഒരു സഹോദരിക്ക് കിട്ടി. അതുപോലെ സംശയിക്കാതിരിക്കാനായിട്ടുള്ള ഒരു വചനം വാക്കുകൂടി കിട്ടി. അതെല്ലാം ഞങ്ങൾ ഷെയർ ചെയ്തപ്പോൾ ആ ചേച്ചി അത് സന്തോഷത്തോടെ സ്വീകരിച്ചത്. കാരണം അത് കറക്റ്റായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കുടുംബം മുഴുവൻ, ആ സഹോദരി ഒത്തിരി പീഡനങ്ങൾ ഭർത്താവിൽ നിന്നും മറ്റുമെല്ലാം ഒത്തിരി പീഡനങ്ങൾ ഏറ്റുകൊണ്ടിരുന്ന ഒരു സഹോദരിയായിരുന്നു. ഇപ്പോൾ ഈശോയെ അറിഞ്ഞ് തോമസ് ബ്രദറിൻ്റെ ഒരു ടോക്കൊക്കെ കേട്ടുകൊണ്ടിരിക്കണേണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ആ സഹോദരി ദൈവരാജ്യം കണ്ടു എന്നാണ് പറയുന്നത്. ഇനി വേണ്ടത് സഹോദരിയുടെ കുടുംബത്തിനാണ്. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ അതിന് കിട്ടിയത് യേശുനാമം മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അതിനകത്ത് 3 യുവജനങ്ങളുണ്ടായിരുന്നു. അവരാണ് കൂടുതൽ തീക്ഷണതയോടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അവരാണ് കൂടുതൽ വചനവും അപ്പം തന്നെ ഇങ്ങനെ ആ ഒരു സന്ദേശങ്ങളൊക്കെ പെട്ടെന്ന് വരികയായിരുന്നു. അവർ പറയണമായിരുന്നു യേശുനാമം മഹത്വപ്പെടുത്തുവാനായിട്ട്. അതുപോലെ 1 കൊരിന്ത്യർ 9:27 മറ്റുള്ളവരുടെ സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ഈ വചനമൊക്കെ കിട്ടി. അതുപോലെ ഒരു പാട്ട് കിട്ടി, എല്ലാം മുട്ടുമടങ്ങും എല്ലാം നാവും പാടിയിടും എന്ന പാട്ട് കിട്ടി. അതുപോലെ വേറൊരു സഹോദരി, അവളുടെ ഹാർട്ട് ചെറുപ്പക്കാരിയാണ്. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ്, തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ്, അത് കൂടാതെ 4 മക്കളുണ്ട്. അതിൽ 3ാമത്തെ കുറിച്ച് ഡൗൺ സിൻഡ്രോം എന്ന രോഗത്തിന് അടിമയാണ് അവൾ. ആ കുഞ്ഞിന് വേണ്ടിയിട്ട് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു യുവതിയാണ്. അവൾ പെട്ടെന്ന് പറയണതാണ്, ചിരിക്കുന്ന മുഖത്തിന് പുറകിൽ കരയുന്ന ഒരു മുഖമുണ്ടെന്ന്. എന്നാൽ ഈശോ പറയുന്നു, ഞാൻ എല്ലാം അറിയുന്നുണ്ടെന്ന്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒത്തിരി ആശ്വാസം കിട്ടിയെന്ന് നമുക്ക് അവളുടെ ബോധ്യം നിന്ന് മനസ്സിലായി. അതുപോലെ ഈശോയുടെ പാടുപീഡകളോട് ചേർത്ത് വെച്ച് വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ ഞാനും 16-12 ഇതൊക്കെ വെച്ച് പ്രാർത്ഥിക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വേഗം പറയാൻ പറ്റി. അതുപോലെ വേറൊരു സഹോദരി നട്ടലിൻ്റെ പ്രശ്നം, നട്ടലിന് പൊട്ടലുണ്ട്. അതുപോലെ അവളുടെ അവൾക്കും കുടുംബത്തിലുള്ളവർക്കും എല്ലാം ദൈവവിശ്വാസം, ശരണം, സ്നേഹം ഇവ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും കിട്ടിയ ഓരോ വചനങ്ങൾ ഇങ്ങനെയായിരുന്നു. ലൂക്ക 10:19 പറഞ്ഞു, അത് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതുപോലെ രോഗസൗഖ്യം കിട്ടുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ ഓരോ ഇങ്ങനെ കാണുന്നതായിട്ട് പറഞ്ഞു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈ സഹോദരിയുടെ തലയ്ക്ക് മീതെ വന്ന് നിൽക്കുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞു. അതുപോലെ ഉണ്ണീശോയെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ കർത്താവിൽ ആശ്രയിക്കാൻ പറഞ്ഞു. പാപബോധവും പശ്ചാത്താപവും ആ സഹോദരി കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അതുകൊണ്ട് നട്ടലിൻ്റെ ഓരോ ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്. ഒരു സ്വരം കേൾക്കുന്നുണ്ട്. നട്ടലിങ്ങനെ പൊട്ടുന്ന പോലത്തെ ഒരു സ്വയം കേൾക്കുന്നതായിട്ട് പറഞ്ഞു. അസ്ഥികളുടെ താഴ്വര ഇങ്ങനെ എസെക്കിയേൽ 31 വചനം അത് പറഞ്ഞു. വേറൊരു സഹോദരി, അവൾക്ക് പഠനത്തിൽ വിജയം കിട്ടാൻ, പരീക്ഷയിൽ വിജയം, CPA പരീക്ഷയിൽ വിജയം കിട്ടാൻ വേണ്ടിയിട്ടും ഈശോയിൽ ആഴമേറിയ ഒരു ബന്ധം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിന് കിട്ടിയത് ഇങ്ങനെയായിരുന്നു, പുത്തൻ ഉണർവ്. വിജയം നൽകുന്നത് കർത്താവാണ്. അതുപോലെ കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. വചനമെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട്. അതുപോലെ ഈ വേറൊരാൾക്ക് ഇങ്ങനെ കിട്ടി. അവൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഈശോയുടെ മേലെങ്കിൽ അവളുടെ ശരീരത്തിൽ വന്ന് വീഴുന്നതായിട്ട് കാണുന്നതായി പറഞ്ഞു. പിന്നെ കുറവുകൾ അനുഗ്രഹമായി മാറും. അത് നിന്റെ പേര് എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
അതുകൊണ്ട് വേറെ സഹോദരൻ പറഞ്ഞു അൽഫോൻസാമ്മയോട് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള അത് പറഞ്ഞു. വേറൊരു സഹോദരൻ ഇങ്ങനെയാണ്, അദ്ദേഹം വചനം ആഗ്രഹിക്കുന്നു, വചനം പ്രഘോഷിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ഫുൾ ടൈമർ ആകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ മകളുടെ അസുഖത്തിന് വേണ്ടിയിട്ട്, അസുഖം മാറാൻ വേണ്ടിയിട്ടൊക്കെ ആളെ പ്രാർത്ഥന ചോദിച്ചു. ആ സഹോദരനെ വെച്ചിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ജെറമ്യ 15:9 നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നിന്റെ നാവ് എൻ്റെതുപോലെയാകും. ഫിലിപ്പിയർ 4:13 പിന്നെ നിന്റെ കുറവുകളെ അനുഗ്രഹമാക്കും. ജോഷ 1:2 അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ഉള്ള സന്ദേശങ്ങളാണ് കിട്ടിയത്. പിന്നെ വേറെ സഹോദരൻ്റെ മകൾ ഡൈവോഴ്സ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അവൾക്ക് രണ്ടാം വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ആ മകൾ സമ്മതിക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ അവളുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 16:25 വായിക്കാണ്ട് ഒരാൾക്ക് സന്ദേശം കിട്ടി. അതുപോലെ ദൈവത്തെ ആരാധിക്കാനായിട്ട് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണാത്മാവോടുകൂടി ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു സന്ദേശം കൊടുക്കാൻ പറ്റി. അതുപോലെ കർത്താവ് എൻ്റെ പക്ഷത്തെങ്കിൽ ആര് എനിക്ക് എതിര് നിൽക്കും, കർത്താവ് ഇടപെടുന്നുണ്ട്. ഇതൊക്കെയാണ് കിട്ടിയത് ആ സഹോദരന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ. പിന്നെ അതുപോലെ ഞാൻ 9:10 ഏഷ്യ 41:10-13 വാക്യങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും. ഏഷ്യ 59:21 ഇതൊക്കെയാണ് ആ സഹോദരന് കിട്ടിയത്. അതിന് വേറെ സഹോദരന് അവൻ്റെ കുടുംബം തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ്, വീടില്ല, പിന്നെ ബന്ധങ്ങളൊക്കെ അകന്ന് നിൽക്കുന്ന, ഭാര്യയാണെങ്കിൽ അത്ര നല്ല സപ്പോർട്ട് ഉണ്ട് കൂടെയെങ്കിലും ഭാര്യയുടെ വീട്ടുകാരുടെ സപ്പോർട്ട് കൂടുതലുള്ളത്. അപ്പം അങ്ങനെയൊക്കെയുള്ള സങ്കടം വിഷമമായിട്ട് നിൽക്കുന്ന സഹോദരൻ, എന്നാൽ വചനം അവൻ്റെ അതിൽ നിന്ന് ഒഴുകുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ മകന് വചനത്തിലൂടെ തീർച്ചയായും രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ്. ഫിലിപ്പിയർ 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും ക്രിസ്തു വഴി നിനക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകും. ഈ വചനം സഹോദരന് വേണ്ടി കൊടുക്കാനായിട്ട് സഹോദരനെ പറ്റി. അതിന് വെളിപ്പാട് 21:4 പിന്നെ അതുപോലെ ആ മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സഹോദരിക്ക് ഇങ്ങനെ കിട്ടി, വചനം പ്രഘോഷിക്കാനായിട്ടുള്ള കൃപയുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ പ്രവാചക വരം ആ സഹോദരന് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും ഒന്ന് എഴുതി ചിന്തിച്ചാലോ? എൻ്റെ പേര് പറയണ്ടെന്ന് തോന്നുന്നു. എൻ്റെ പേര് ത്രേസ്യ. ഞാൻ നെയ്യാറ്റിങ്കര രൂപതയിൽ നിന്ന് വന്ന ആളാണ്. ഇന്നലെയും ഞാനാണ് സംസാരിച്ചത്. ക്ഷമിക്കുക, ഇന്നും കൂടെ എന്നെ കേൾക്കുക. അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞത്. ഫിലിപ്പെന്ന സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിച്ചുകൊണ്ട് പ്രാർത്ഥന തുടങ്ങി. നന്നായിട്ട് സ്തുതിച്ചു. എല്ലാവർക്കും നന്നായിട്ട് സ്തുതിക്കുവാനുള്ള കൃപയുണ്ടായിരുന്നു. നന്നായി സ്തുതിച്ചു. പരിശുദ്ധാത്മാവ് പ്രവചിക്കുക തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം അനങ്ങാതിരുന്ന പാറകളെല്ലാം ഇന്ന് നന്നായിട്ട് അനങ്ങുമായിരുന്നു. ഹല്ലേലൂയ. ആ 2 മക്കള് നന്നായിട്ട് ഇന്നലെ ഒന്നും ഇല്ലാതിരിക്കുമായിരുന്നു. ഇന്നലെ രണ്ടാമത്തെ സെക്കൻഡ് ഗ്രൂപ്പ് വന്നപ്പോൾ എന്ത് ചെയ്യണം, ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല. ആകെ തണുത്ത് പറഞ്ഞിരുന്ന കുട്ടികളായിരുന്നു 2 പേരും. അവർ 2 പേരും നന്നായിട്ട് ഇന്നലെ തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അവർ അനങ്ങി തുടങ്ങി. അനങ്ങാതിരുന്നത് പാറകളെല്ലാം ഉടഞ്ഞു തുടങ്ങി. നന്നായിട്ട് അവർ സ്തുതിക്കാൻ തുടങ്ങി. ഒരു പ്രാർത്ഥനയും സ്തുതിപ്പോയിട്ടിരുന്നു. ഒരാള് യൂത്താണ്. നന്നായിട്ട് അവിടെ സ്തുതിക്കാൻ തുടങ്ങി. ഇന്ന് ഇഷ്ടംപോലെ പരിശുദ്ധാത്മാവ് അവിടെയൂടെ പ്രവചനങ്ങൾ നടത്തി.
ഫിലിപ്പ് എന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. പുള്ളിക്ക് പ്രഘോഷണ വരം പുള്ളി ആഗ്രഹിക്കുന്നുണ്ട്, വചന പ്രഘോഷണം നടത്തണമെന്ന്. അത് മുടങ്ങിയിരിക്കുന്നു. ഗാനങ്ങളിലൂടെ കീബോർഡ് വായിക്കുന്ന ആളാണ്. കീബോർഡ് വായിച്ച് വചനങ്ങളിലൂടെ, വായനയിലൂടെ, ഗാനങ്ങളിലൂടെയൊക്കെ പ്രഘോഷണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി. അദ്ദേഹത്തിന് അത് ഈശോ നിന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റുമെന്നുള്ള പ്രവചനമായിരുന്നു ഈശോ തന്നത്. പരിശുദ്ധാത്മാവ് പ്രവചിക്കാനുള്ള ആ ഒരു വരം നൽകി അനുഗ്രഹിച്ചു. അതിന് തടസ്സമായി നിന്നത് മേഘക്കൂട്ടങ്ങൾ ഇങ്ങനെ മാറിപ്പോയി തെളിയുന്നതായിട്ടുള്ള ഒരു കാഴ്ച, ഒരു വിഷ്വല് യൗവനക്കാരി മകള് കണ്ടു. അതിലൂടെ അത് തന്നെയാണ് മറ്റ് പലരും കണ്ടത്. ഞങ്ങൾ 8 പേരായിരുന്നു ഗ്രൂപ്പിൽ, അവരെല്ലാവരും അത് തന്നെയായിരുന്നു കണ്ടത്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം നീങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഒരു വീട് പണിയുന്നതായിട്ട്, ഒരു പുതിയ വീടിൻ്റെ കാഴ്ച വിഷ്വലായിട്ട് കണ്ടിരുന്നു. അപ്പോൾ വീട് ആഗ്രഹിക്കുന്നുണ്ട്, കുടുംബത്തിലുള്ളവർ വീട് മാറണമെന്ന്. അതിൻ്റെ ഒരു ആഗ്രഹം വിഷ്വലായിട്ട് ഉള്ള ഒരു പ്രവചനത്തിലൂടെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയതായും കൂട്ടായ്മ കൂടാനും വചന പ്രഘോഷണത്തിലും കൂട്ടായ്മയിലും ഒത്തൊരുമയിലൊക്കെ ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു കിട്ടിയിരുന്നത്. അദ്ദേഹം വലിയ സന്തോഷത്തിലും പ്രാർത്ഥനയിൽ നിന്ന് നല്ല തടസ്സമെല്ലാം മാറിയിട്ട് നന്നായിട്ട് പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുകയായിരുന്നു. വരങ്ങളൊക്കെ കൊണ്ട് നന്നായിട്ട് ഉപയോഗമായിരുന്നു. അടുത്ത് എനിക്ക് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിച്ചത്. ഞാൻ ഒത്തിരി കുറവുകളിലാണ്. എനിക്കൊരു വലിയ പ്രതിസന്ധി ഞാൻ ഒരു 10-12 വർഷം കൊണ്ട് തരണം ചെയ്യുന്നുണ്ട്. എനിക്കൊരു വഴി പ്രശ്നമുണ്ട്. 12 വർഷമായിട്ട് എനിക്ക് എൻ്റെ പ്രോപ്പർട്ടിയിൽ കയറാൻ പറ്റുന്നില്ല. ഞാൻ പുറത്ത് നിൽക്കുകയാണ്. കുറേ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ കയറാൻ പറ്റുന്നില്ല. ഒന്ന് വിൽക്കുന്നു എന്ന് പറഞ്ഞു പോയതിനാൽ അടുത്ത ഒരിടത്തിലെ ആള് വഴി അടച്ചു കളഞ്ഞു. എനിക്ക് കയറാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു ദേഷ്യം എനിക്കുണ്ട്. എനിക്കറിയില്ല, എനിക്ക് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ കേസ് കൊടുത്തു, അതിലൊന്നും നടന്നില്ല, ഇതുവരെയും നടന്നില്ല. ആ ഒരു തടസ്സം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിന് അയാൾ മരിച്ചുപോയി. അതിനെനിക്ക് അയാളോട് ദേഷ്യമുണ്ടെന്നാണ് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയത്. ഉണ്ടായിരിക്കാം. അയാളുടെ മക്കൾ 2 പേരും പോലീസുകാരാണ്. അപ്പോൾ അവർ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. ചെറിയ പയ്യന്മാരാണ്. എനിക്ക് അവരോട് പോയി സംസാരിക്കാൻ മടിയുണ്ട്. ഞങ്ങളൊക്കെ ഒരിടത്ത് ജീവിച്ചവരാണ്. അപ്പോൾ എനിക്ക് അതിനുള്ള ഒരു മടിയുണ്ട്. അത് തടസ്സം എളിമപ്പെടാനും ജെറിക്കോ പ്രയർ ചെയ്യാനും ക്ഷമിക്കാനും വേണ്ടിയിട്ട് മെസ്സേജ് കിട്ടി. ഞാൻ ആ ഒരു വിഷയം, പിന്നെ എൻ്റെ ചെറിയ കുട്ടികളുടെ മൊബൈൽ ഉപയോഗം, എൻ്റെ കൊച്ചുമക്കളുടെ മൊബൈൽ ഉപയോഗമൊക്കെ പറഞ്ഞിരുന്നു. അതിനൊന്നും മെസ്സേജ് എടുത്തില്ല, അതൊന്നും കിട്ടിയില്ല. ഇത് തന്നെയാണ് കൂടുതലായിട്ട് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഷൈനി എന്ന മകളുടെ അവൾക്ക് വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചത്. പ്രാർത്ഥനയിൽ കുടുംബത്തിന് വേണ്ടി ഒരു സാക്ഷിയാവുക എന്നുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഒരു പ്രവചനം അങ്ങനെയാണ് കിട്ടിയത്. കുടുംബത്തിന് വേണ്ടി സാക്ഷിയാവുക. ഉള്ളിൽ നിന്ന് വരുന്ന ഒരു രീതിയായിരുന്നു. ഉള്ളിൽ ശരിക്കും ശക്തമായിട്ടുള്ള ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു രീതി. പ്രാർത്ഥന കൂട്ടണം, പ്രാർത്ഥന കുറവാണ്, അത് കൂട്ടണം എന്നുള്ളൊരു പ്രവചന രീതിയായിരുന്നു. എസ്കേലിൻ്റെ പുസ്തകത്തിൽ 37-ാം അധ്യായം അസ്ഥികളുടെ താഴ്വര വായിക്കുക എന്നുള്ള 37-ാം അധ്യായം വായിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് ആയിരുന്നു. മറ്റൊരു ദേശത്ത് പ്രവചിക്കാനുള്ള ഒരു ദൗത്യം, മറ്റൊരു ദേശത്തോട്ട് പ്രവചിക്കുന്ന ഒരു ദൗത്യത്തെക്കുറിച്ച് മെസ്സേജായിരുന്നു. ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ. മകൻ എഴുതിയിരുന്ന എക്സാമിന് ചെറിയൊരു തോൽവി സംഭവിച്ചതുകൊണ്ട് നിരാശയിലും സങ്കടത്തിലുമാണ്. അമ്മയ്ക്കും നിരാശയും സങ്കടമൊക്കെ ഉണ്ട്. അത് വലിയൊരു മഹത്വം കാണാൻ വേണ്ടിയിട്ടാണ് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുക. മക്കളെ കുരിശ് വരച്ച് യാത്രയാക്കുക. രാത്രിയിൽ കിടക്കുമ്പോൾ മക്കളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെയുള്ള പ്രവചനമായിരുന്നു പരിശുദ്ധാത്മാവ് തന്നത്. അങ്ങനെ അതിനൊരു നിവർത്തി ഈശോ കാണിച്ചു തന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തമായി
വ്യക്തമായി പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് നിസ്റ്റി എന്ന മകളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവളുടെ പ്രാർത്ഥനാ കുറവ്, അവൾ നല്ല തണുത്ത അവസ്ഥയിലായിരുന്നു. കുഞ്ഞിൻ്റെ ആ ഒരു അസ്വസ്ഥതകളെല്ലാം ഇന്നലെല്ലാം നമുക്ക് നല്ല ഗ്ലൂമി ആയിരുന്നു. ഇന്ന് പക്ഷേ നല്ല പ്രസാദമുള്ള മകളായി മാറി. നല്ല നല്ല ഒത്തിരി പ്രവചനങ്ങൾ അവളുടെ നാവിലൂടെ വരുമായിരുന്നു. ഒരുപാട് വിഷ്വൽസ് അവൾ കണ്ടു. അവളൊരു വിജന പ്രദേശത്തിലൂടെ ഇങ്ങനെ ധൈര്യമായി നടന്നു പോകുന്നതായിട്ടൊരു വിഷ്വല് കാണുകയുണ്ടായി. പ്രശ്നങ്ങളിൽ എന്ത് പ്രശ്നം വന്നാലും പെട്ടെന്ന് കയറി ഇടപെടുന്ന ഒരു സ്വഭാവം, അത് കുറച്ച് മാറ്റിവെക്കാനുള്ള ഒരു മെസ്സേജായിരുന്നു. ജീവിത തകർച്ചയിൽ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് അവൾക്ക്, ഒരു ഗാനത്തിൻ്റെ ആദ്യ വരികൾ കിട്ടിയത്. അടുത്ത് അവളുടെ തലയിൽ ഒരു ക്രൗൺ കിരീടം വെച്ചുകൊണ്ട് അവളിങ്ങനെ ഇരിക്കുന്നതായിട്ടും ഒരു വലിയ കസേര, നല്ല വലിയൊരു ചെയർ, നല്ല അലങ്കാരമൊക്കെ ഉള്ള വലിയൊരു ചെയറിൽ അവൾ ഉപവിഷ്ടയായിരിക്കുന്നത് പോലെ, രാജ്ഞിയെ പോലെ ഇരിക്കുന്നതായിട്ടുള്ള ഒരു നല്ല വിഷ്വൽസ് ആയിരുന്നു പ്രവചനത്തിലൂടെ അറിയിച്ചത്. അങ്ങനെ അത് കാണാനുള്ള ഒരു അവസരം. പിന്നെ അവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക, മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് ആ ഒരു വചനമായിരുന്നു കിട്ടിയിരുന്നത്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യെശയ്യാ 41:10. അതിൻ്റെ തന്നെ 13-ാം വചനം, നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു, ഞാൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന വചനമായിരുന്നു കിട്ടിയത്. അങ്ങനെ ആ വചനത്തിലൂടെ എല്ലാം പരിശുദ്ധാത്മാവ് പ്രവചിച്ച് അവളെ ശക്തിയും തീരെയുമാക്കി. അത് കഴിഞ്ഞ് ജോർജ് എന്ന സഹോദരനെ, അദ്ദേഹത്തിന് 79 വയസ്സുണ്ടെന്ന് പറഞ്ഞ് ആ പ്രായത്തിൻ്റെതായ പിടിവാശികളൊക്കെ ഒത്തിരി കൂടുതലുണ്ട്. ഒരു ഗെത്സമനി ഈശോയുടെ ഒരു ചിത്രം കാണുകയുണ്ടായി. ഗെത്സമനി ഈശോയുടെ അടുത്തേക്ക് ഇരിക്കുന്നത് പോലെ, ഒറ്റയ്ക്കായതുകൊണ്ടായിരിക്കാം അങ്ങനെയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒറ്റയ്ക്കാണ്, വൈഫ് മരിച്ചുപോയി, മക്കളാരും അടുത്തില്ല. അതിൻ്റെ ഒരു നിരാശയോ സങ്കടമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അദ്ദേഹം ഒരു 30 സെന്റ് സ്ഥലം കണ്ട് ഒരു പള്ളി പണിയാൻ കൊടുത്തിട്ട് ആരും അത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതിന് ഞങ്ങളുടെ സിസ്റ്ററിലൂടെ ലഭിച്ച ഒരു പ്രവചനം എന്ന് പറഞ്ഞാൽ, അതിങ്ങനെ സിസ്റ്റർ ശക്തമായിട്ട് അത് പറയുമായിരുന്നു. പള്ളിയൊക്കെ ഒത്തിരി ഉണ്ടല്ലോ, പാവപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും വീട് വെക്കാനോ അല്ലെങ്കിൽ ഈ കുറവുകളുള്ളവരെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവചനമായിരുന്നു ആ സിസ്റ്ററിലൂടെ ഉണ്ടായത്. സിസ്റ്റർ അത് ശക്തമായി പറയുമായിരുന്നു. ഈശോ ശക്തമായി ആഗ്രഹിക്കുന്നത് പോലെ. അത് അദ്ദേഹത്തിന് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു വിശേഷം പറഞ്ഞിരുന്നു. അതെന്തായാലും ഞാനിവിടെ പറയുന്നില്ല. ആ മകൾക്ക് വേണ്ടിയിട്ട്, അവൾ മറ്റൊരു സമുദായത്തിലൊരു വിവാഹം കഴിച്ചതാണ് അദ്ദേഹത്തിൻ്റെ സങ്കടം. നിങ്ങളെല്ലാവരും ആ കുട്ടിയെ ഓർത്ത്, ആൻസി എന്നാണ് കൊച്ചിൻ്റെ പേര്, അതിനെ ഓർത്തുകൂടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പൻ്റെ സങ്കടം മാറ്റി അവൾ ഒന്നുകിൽ ആ പയ്യൻ ക്രിസ്തുവിനെ സ്വീകരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന അവിടെ തിരിച്ചു വരണമെന്നാണ്. അത് നമ്മൾ പറയണ്ട. ഈശോ എന്താ ആഗ്രഹിക്കുന്നു, ഈശോയുടെ ഹിതത്തിനനുസരിച്ച് ഈശോ അവളെ ക്രമീകരിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും ഓർക്കുക, ഈ ഗ്രൂപ്പിൽ 120 പേരുണ്ട്. 120 പേരും പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ഹിതത്തിന് അവളെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കും കൂടെ പ്രാർത്ഥിക്കാം. ആ സഹോദരന്റെ സങ്കടം മാറുവാനും അദ്ദേഹത്തിന് വലിയ അനുഗ്രഹം ഉണ്ടാകുവാനും. യെശയ്യാ 43-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ലഭിച്ചായിരുന്നു. ആ വചനത്തിലൂടെ ഈശോ അദ്ദേഹത്തിന് സൗഖ്യം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന മെസ്സേജും പരിശുദ്ധാത്മാവ് തന്നായിരുന്നു. അദ്ദേഹം ശാന്തമായിരിക്കുകയും ചാപ്പലില് ദിവ്യകാരുണ്യ സന്നിധിയിൽ മണിക്കൂറുകൾ ചെലവഴിക്കാൻ വേണ്ടി അദ്ദേഹത്തിനുണ്ടായിരുന്ന മെസ്സേജാണ്. ദിവ്യകാരുണ്യ സന്നിധിയിൽ മണിക്കൂറുകളോളം ഇരിക്കുക. എത്രത്തോളം ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കാൻ പറ്റുമോ അത്രത്തോളം ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുക എന്നുള്ളത്. 1 മണിക്കൂറൊക്കെ പോയി ഇരിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു.
അതുപോലെ എന്നുള്ളതാണ് ഈശോയുടെ ആഗ്രഹം എന്ന് തോന്നുന്നു. അതെങ്ങനെയായിരുന്നു? അടുത്ത് സിസ്റ്ററിനായിരുന്നു. സിസ്റ്ററിൻ്റെ അവസ്ഥ, സിസ്റ്റർ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വികലാംഗരായിട്ടൊക്കെ ഉള്ളവരെ ഭിന്നശേഷിക്കാരെയൊക്കെ സഹായിക്കാൻ, അവരെ പാർപ്പിക്കാനും വേണ്ട ഒരു കെട്ടിടം അവർ പണിയാനുള്ള ഒരു മുന്നൊരുക്കത്തിലാണ്. അതിനൊരു വഴി തടസ്സം എല്ലാവരും പറഞ്ഞിരിക്കുന്നു. ആ ഒരു വഴി തടസ്സത്തിന് ഈശോ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഇല്ലേ എന്ന് ഒരു ചോദ്യം വന്നിരുന്നു, ഭയപ്പെടേണ്ടെന്ന്. അപ്പോൾ അത് പിന്നെ മണിക്കൂർ സമയം നോക്കാതെ, അധ്യായം നോക്കാതെ മണിക്കൂർ, ഇപ്പം അരമണിക്കൂറാണോ, ആ അരമണിക്കൂർ ഇരുന്ന് ബൈബിള് വായിക്കാൻ വേണ്ടിയിട്ട്, അരമണിക്കൂറാണ് പറ്റുന്നതെങ്കിൽ അരമണിക്കൂർ, 1-2 അധ്യായം വായിച്ച് നിർത്താം എന്ന് ഉദ്ദേശിക്കാതെ മണിക്കൂർ നോക്കിയിട്ട്, അല്ലെങ്കിൽ അരമണിക്കൂർ, 1 മണിക്കൂർ ഇങ്ങനെ നോക്കിയിട്ട് വചനം വായിക്കാൻ, ഈശോയോടൊപ്പം ആയിരിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്ററിനോട് അങ്ങനെ ആയിരുന്നു ഒരു പ്രവചനം കിട്ടിയത്. അത് ശക്തമായിട്ട് പറയുമായിരുന്നു, വചനം കൂടുതൽ വായിക്കുക, അധ്യായം നോക്കാതെ വായിക്കുക എന്നുള്ളത്. ഇരുട്ടാണ്, ഒരു ഇരുട്ടിനകത്ത് സിസ്റ്റർ ഇങ്ങനെ തനിയെ നിൽക്കുന്ന ഒരു അനുഭവം. കാരണം സിസ്റ്ററിനോട് ഈ ഒരു സംരംഭത്തിന് സിസ്റ്ററിനെ സഹായിക്കാൻ ആരുമില്ല. സിസ്റ്ററിനെ എല്ലാവരും കൂടെ ഉള്ളവരൊക്കെ ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ഒരു അനുഭവമാണെന്ന് സിസ്റ്റർ പങ്കുവച്ചു. അപ്പൊ ആ ഒറ്റപ്പെടലിലൂടെ ഈശോ പറഞ്ഞതാണ്, ഞാൻ നിന്നോട് കൂടെയില്ലേ, നീ ധൈര്യമായി മുന്നോട്ട് പോവുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. ഈശോ കൂടെ ഇരുന്ന് സിസ്റ്ററിനെ സഹായിക്കുന്നുണ്ടെന്ന് അതിൽ നിന്ന് നമുക്ക് ബോധ്യമായി. ആ ഒരു പ്രവചനത്തിലൂടെ അത് ഈശോ ശക്തമായി പറയുമായിരുന്നു. പിന്നെ ഒരു തലവേദന ഉണ്ടായിരുന്നു, അതൊക്കെയായിരുന്നു സിസ്റ്ററിന് വേണ്ടി കിട്ടിയിരുന്നത്. പ്രാർത്ഥനയിൽ വലിയ ശക്തമായിരുന്നു, നന്നായിട്ട് സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഉള്ള ഒരു കൃപയും അനുഗ്രഹവും ഉണ്ടായി. അത് കഴിഞ്ഞ് എബ്രഹാം എന്ന സഹോദരന് വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചത്. അദ്ദേഹത്തിന് കുറച്ച് നാളുകളായിട്ട് ഒരു വരണ്ട അവസ്ഥ, മനസ്സിനകത്തൊന്നും ഇല്ലാത്തതുപോലെ, പ്രാർത്ഥനയെല്ലാം തണുത്തിരിക്കുന്നത് പോലെ. പക്ഷെ നമ്മുടെ സ്തുതിപ്പും പ്രാർത്ഥനയും ഇവിടുത്തെ ശക്തമായ ജ്വലിക്കുന്ന തീപിടിക്കുന്ന അനുഭവത്തിലൂടെ ബ്രദറിനോടൊപ്പം തീപിടിപ്പിച്ചപ്പോൾ എല്ലാവരിലും വലിയ വലിയ മാറ്റങ്ങളാണ് വന്നത്. ആ ഒരു ജ്വലനം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിന്റെ ആ വരണ്ട അവസ്ഥയൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് രാവിലെ എപ്പോഴെങ്കിലും, പേഴ്സണൽ പ്രയർ കുറവാണ്, അത് എപ്പോഴെങ്കിലും ഒക്കെ കുറച്ച് കൂട്ടാനും രാവിലെ ആക്കാനും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. മകള് പഠിക്കുന്നുണ്ട്, എന്നാലും ഈ വർഷം വിവാഹം ആഗ്രഹിക്കുന്നവര്, പിന്നെ ഒരു മകൻ പഠിക്കുന്നു, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ശക്തമായിട്ട് ഈശോ മറുപടി പറയുകയായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടലും, ധൈര്യമായിരിക്കുക, നിന്റെ മകൾക്ക് ഞാൻ ചേർന്ന ഇടയെ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ കണ്ടുപിടിച്ച് നിനക്ക് തരുമെന്ന് ഈശോ ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ശക്തമായൊരു വാഗ്ദാനമായിരുന്നു, ഒരു പ്രവചനമായിരുന്നു ലഭിച്ചിരുന്നത്. അത് അങ്ങനെ അദ്ദേഹവും ഈശോയിൽ സന്തോഷിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത് മനു എന്ന ഒരു സഹോദരനായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന. അദ്ദേഹവും നന്നായിട്ട് സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ശക്തമായ രീതിയിൽ പ്രവചിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങളൊക്കെ പ്രവചനമായി ലഭിച്ചു. ഉള്ളിൽ നിന്ന് വന്നും വിഷ്വലായിട്ടും തോന്നിപ്പിക്കലുകളായിട്ടും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് മറ്റുള്ളവർക്ക് കിട്ടിയ മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നിശ്ചയങ്ങൾക്ക് കിട്ടിയത്, അത് ഇരുട്ട് മാറിയിട്ട് നല്ല പ്രകാശം, ഇങ്ങനെ രശ്മികളായി പ്രകാശം വരുന്നതായിട്ടുള്ള ഒരു വിഷ്വല് നമ്മൾ കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇരുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ കിടക്കുന്നു, അതായിരിക്കും അങ്ങനെ കണ്ടതെന്ന് പറഞ്ഞു. അതായത് ഇരുട്ടിയിലേക്ക് പ്രകാശം പറഞ്ഞിട്ടുണ്ട്, ആ പ്രോപ്പർട്ടി വിൽക്കാനായിരിക്കുമെന്ന്. അദ്ദേഹത്തിന് ഒരു കുറച്ച് ഒരു കുറവുണ്ട്, ഒരു പെട്ടെന്ന് മറ്റുള്ളവരെ ദേഷ്യം പിടിക്കുമ്പോഴോ അവരെ എന്തെങ്കിലും പറയുന്ന ഒരു സ്വഭാവം, അതിന് കർത്താവ് കാണിച്ചു തന്ന ഒരു വചനമായിരുന്നു. വിശുദ്ധാത്മാവ് ഒരു വചനം തന്നു, 2 കൊരിന്ത്യർ 5:21. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്
പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ആ വചനമായിരുന്നു നമുക്ക് ആ ബ്രദറിന് വേണ്ടിയിട്ട് തന്നത്. ആ വചനം അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ ഇത് മാറിപ്പോകുമെന്ന് ഉള്ള ഒരു പ്രവചനമായിരുന്നു ലഭിച്ചത്. വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. അദ്ദേഹം ഒരു 2-3 മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ കൊണ്ടുപോകണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ഒരു ഡൗട്ട് അദ്ദേഹത്തിന് നിലനിൽക്കുന്നു. അതിനെന്ത് ചെയ്യണമെന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. ഈശോ ഒരു വലിയ വലിയൊരു തേക്കുമരം കാണിച്ചു തന്നത്. ആ വലിയ തേക്കുമരത്തില് നിറയെ പൂക്കളും കായകളുമായിട്ട് ഇലകളൊക്കെ ഒത്തിരി ഇലകളുമായിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വിഷ്വലായിരുന്നു സിസ്റ്റർ കണ്ടത്. അങ്ങനെ ആ ഒരു സംശയം മാറിപ്പോയി. അപ്പോൾ പൂത്തു നിൽക്കുന്നതല്ലേ, മുന്നോട്ട് തന്നെ പോകാൻ വേണ്ടിയുള്ള ആ ഒരു ഈശോയുടെ സ്നേഹവും സന്ദേശമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ ശക്തമായി സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും കരങ്കോട്ട് പിടിച്ച് പ്രാർത്ഥിക്കുകയും ശക്തമായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ആ സമയത്തുള്ള ആ വർഷം ഞങ്ങൾ പ്രാർത്ഥിച്ച് സ്തുതിച്ച് നന്ദി പറഞ്ഞ് ഈശോയ്ക്ക് മാതാവിന് നന്ദി പറഞ്ഞ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. ഞങ്ങളുടെ ഗ്രൂപ്പ് 5 ആണ്. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ശ്രദ്ധിക്കാം. നമ്മളുടെ തന്നെ വിശുദ്ധ ബലിയിലേക്കുള്ള ഒരുക്കമാണ്. വിശുദ്ധ ബലിക്കായിട്ട് നമ്മൾ ഒരുങ്ങാം. വിശുദ്ധ ബലിക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ സുവിശേഷമെല്ലാം നമുക്ക് ചേർന്ന രീതിയിലാണ്. പിശാചിനെ ബഹിഷ്കരിക്കുന്നതൊക്കെ സുവിശേഷത്തിലുണ്ട്. ഈ ഏതെങ്കിലും പിശാച് പോകാണ്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സുവിശേഷത്തിലൂടെ അതെല്ലാത്തിനെയും പറഞ്ഞു വിട്ടേക്കണം. നമുക്ക് ഒരിക്കൽ കൂടി ഈ തരത്തിലുള്ള ശുശ്രൂഷ പലർക്കും ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാകും. ഒരു ക്ലാസ് എടുക്കേണ്ട സമയമുണ്ടോ ഇങ്ങനെ ഷെയറിംഗ് ഒക്കെ ചെയ്ത്. ഈ ഷെയറിംഗ് അല്ല, ഇത് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ചിലരിലൂടെ വളരെ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും പറയണത്. പക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ജീവിതബന്ധിയായിട്ടുള്ള കാര്യമായിരിക്കും. അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി ഇത് പരിശുദ്ധാത്മാവ് നമ്മളിൽ നൽകുന്ന ഈ സന്ദേശങ്ങളും ഈ പ്രവചനങ്ങളുമെല്ലാം ഭാവിയിൽ സഭ മുഴുവനിലും ലോകം മുഴുവനിലും വലിയ കാര്യങ്ങൾ ആയി രൂപാന്തരപ്പെടാനുള്ളതാണെന്നുള്ള അർത്ഥത്തിൽ നമുക്കൊന്ന് കൈയടിച്ച് സ്തുതിച്ച് നന്ദി പറയാം. നമ്മളുടനെ ഒരു മിനിറ്റ്